സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. കുടിയേറ്റത്തിൻ്റെ അനിശ്ചിതത്വവും അനിവാര്യതയും രാഷ്ട്രീയവുമെല്ലാം ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഒറ്റയടിക്ക് ആയിരക്കണക്കായ മനുഷ്യർ കടൽ കടന്ന് തീരത്തേക്ക് ഇരച്ചു വരുന്ന ദൃശ്യം. മരണത്തിൻ്റെ കൈപ്പിടിച്ച് നടത്തിയ ആ യാത്രയുടെ പരിസമാപ്തിയിൽ ചിലർ ആർത്തു വിളിക്കുന്നു. ചിലർ തീരം തൊട്ട നിമിഷം പരിക്ഷീണനായി ബോധരഹിതനാകുന്നു. വേറെ ചിലർ പരിഭ്രാന്തി സഹിക്കാനാകാതെ കരച്ചിലിലേക്ക് വീഴുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒന്നും ഗൗനിക്കാതെ തീരത്തെരുവിലേക്ക് ഓടുന്നു ചിലർ. മനസ്സുലയ്ക്കുന്ന ദൃശ്യമാണ് സ്യൂട്ട എന്ന വടക്കൻ ആഫ്രിക്കൻ തീരത്തെ കൊച്ചു സ്വയംഭരണ പ്രദേശത്ത് നിന്ന് ലോകത്താകെ ഒഴുകി പരന്നത്. മൊറോക്കോയിൽ നിന്നും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് സ്യൂട്ടയിലേക്ക് കടൽ വഴി കടന്നു വന്നത്. ചെറു ബോട്ടുകളിൽ കുറേ ഭാഗം താണ്ടിയും ബാക്കി കൈകളിൽ കെട്ടിവെച്ച തുഴ ആഞ്ഞു പ്രയോഗിച്ച് നീന്തിയും കരപറ്റുന്നു. ഈ ദൃശ്യങ്ങളെ മുൻനിർത്തി ഒറ്റ ദിനം കൊണ്ട് ഉലകം ചുറ്റിയ വിദ്വേഷത്തിന് ഒരു സമുദ്രത്തിനും കഴുകിക്കളയാനാകാത്ത ഉഗ്രതയും കാഠിന്യവുമുണ്ട്. നാട് മുടിക്കാൻ വരുന്ന വെട്ടുകിളി കൂട്ടങ്ങളെപ്പോലുണ്ടെന്നാണ് ചില വിദ്വേഷ പ്രചാരകർ പുറത്തിറക്കിയ വീഡിയോയിൽ അലറിയത്. യൂറോപ്പ് കീഴടക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾ, വിദ്വേഷക്കാരുടെ വാക്കാണത്, സർവ്വ സജ്ജീകരണങ്ങളോടെയും ഇരച്ചെത്തുന്നുവെന്ന കണ്ടുപിടുത്തവും ഇക്കൂട്ടർ നടത്തുന്നു. സ്പെയിനിലെ ഇടത് സർക്കാർ കുടിയേറ്റക്കാരോട് അനുതാപപൂർവം പെരുമാറുന്നതിനുള്ള ശിക്ഷയാണിത്. മതിയായില്ലേ എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിനെയും മന്ത്രിമാരെയും അഭിസംബോധന ചെയ്ത് ചിലർ വാക്കുകൾ തുപ്പുന്നു. ഇൻവേഷൻ എന്ന പദമാണ് ചില മാധ്യമങ്ങൾ പ്രയോഗിച്ചത്. സർവ്വ കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷവാദികളും ഒറ്റക്കെട്ടായി അവസരം മുതലാക്കുകയായിരുന്നു. സ്യൂട്ടയിലേക്കുള്ള അതിവേഗ ഇൻഫ്ലക്സിലുള്ള ആശങ്കയോ ഇങ്ങനെ വന്നെത്തുന്നവർ ഉണ്ടാക്കുന്ന സുരക്ഷാ സാമൂഹിക പ്രശ്നങ്ങളോ ഒന്നുമല്ല ഇക്കൂട്ടരുടെ പ്രശ്നം. മറിച്ച് ഇതിനെയൊരു മതപരമായ വിഭജന ആയുധമാക്കാമോ എന്നാണ് നോട്ടം. 1415 വടക്കേ ആഫ്രിക്കയിൽ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗൽ സ്ഥാപിച്ച ആദ്യത്തെ പ്രധാന അധിനിവേശ പ്രദേശങ്ങളിൽ ഒന്നാണ് സ്യൂട്ട അഥവാ സെവൂത്ത. 1580 പോർച്ചുഗലും സ്പെയിനും ഒരേ രാജാവിന് കീഴിൽ വന്നതോടെ സ്യൂട്ടയും സ്പാനിഷ് ഭരണത്തിൻ്റെ ഭാഗമായി. 1640 പോർച്ചുഗൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം വീണ്ടെടുത്തെങ്കിലും സ്യൂട്ടയിലെ ജനങ്ങൾ സ്പെയിനിൻ്റെ ഭാഗമായി തുടരാൻ തീരുമാനിച്ചു. 1668 ഒപ്പുവെച്ച കരാറിലൂടെ സ്യൂട്ട സ്പെയിൻ അധീന പ്രദേശമാണെന്ന് പോർച്ചുഗൽ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇന്ന് സ്പെയിനിലെ സ്വയംഭരണ നഗര പദവിയാണ് സ്യൂട്ടക്കുള്ളത്. മൊറോക്കോയോട് ചേർന്ന് തന്നെയാണ് സ്യൂട്ടയുള്ളത്. മെഡിറ്ററേനിയൻ കടൽ കടന്നു വേണം സ്പാനിഷ് മെയിൻലാൻഡിൽ ചെല്ലാൻ, അഥവാ ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നു പോകണം. ഭൂമിശാസ്ത്രപരമായി വടക്കൻ ആഫ്രിക്കൻ പ്രദേശമായ ഈ ഭൂവിഭാഗം സ്വാഭാവികമായി മൊറോക്കോയുടെ ഭാഗമാകേണ്ടതാണ്. അത്തരമൊരു അവകാശവാദം നിലനിൽക്കുന്നുമുണ്ട്. അതിർത്തി സുരക്ഷ മറികടന്ന് സ്യൂട്ടയിൽ പ്രവേശിക്കാനാണ് കുടിയേറ്റക്കാർ കടൽ തിരഞ്ഞെടുക്കുന്നത്. സ്യൂട്ടയിൽ കുടിയേറ്റ കാർഡോ അഭയാർത്ഥി കാർഡോ കിട്ടിയാൽ സ്പാനിഷ് മെയിൻലാൻഡിലേക്കും അതുവഴി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാമെന്നാണ് ഇവരെ ആകർഷിക്കുന്ന ഘടകം. കുടിയേറ്റ ശ്രമത്തിനിടെ 57 പേർ മരിച്ചുവെന്നാണ് സ്യൂട്ട സ്വയംഭരണ പ്രദേശത്തിൻ്റെ തലവൻ ജുവാൻ ജീസസ് സ്ഥിരീകരിച്ചത്. മൊറോക്കോയിൽ നിന്ന് കരമാർഗവും കടൽ മാർഗവും 60,000-ഓളം പേരാണ് എത്തിയത്. അതിർത്തി വേലി കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗം നീന്തിക്കടക്കുകയായിരുന്നു മിക്കവരും. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സ്യൂട്ടയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതിനെ തുടർന്ന് 25,000-ഓളം പേർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനടുത്ത ദിവസത്തോടെ ഈ തിരിച്ചുപോക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്. സ്യൂട്ട ഇപ്പോൾ ശാന്തമാണ്. ആ പ്രദേശം ആരും കീഴടക്കിയിട്ടില്ല, ആരും ഭരണം പിടിച്ചെടുത്തിട്ടില്ല, ഒരു ആയുധ പ്രയോഗവും ഉണ്ടായിട്ടുമില്ല. ഒറ്റ കുടിയേറ്റക്കാരനും സ്പാനിഷ് മെയിൻലാൻഡിലേക്ക് പോയിട്ടുമില്ല. വിദ്വേഷം വിളമ്പുന്നവർ പക്ഷേ ഇപ്പോഴും ആ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും സാഞ്ചസ് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണ് പുലർത്തുന്നത്. വന്നെത്തുന്നവരിൽ നല്ലൊരു ശതമാനം മെച്ചപ്പെട്ട തൊഴിൽ തേടുന്നവരാണ്. അവർ ഉയർന്ന വിദ്യാഭ്യാസ സാങ്കേതിക യോഗ്യത ഉള്ളവരുമാണ്. അത്തരക്കാരെ സ്പെയിനിന് ആവശ്യമുണ്ടെന്ന നിലപാടാണ് സാഞ്ചസ് ഭരണകൂടത്തിനുള്ളത്. സാധാരണ തൊഴിലാളികളെയും ആവശ്യമുണ്ട്.
സ്വന്തം നാട്ടിലെ സങ്കീർണ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന അഭയാർത്ഥികളായ മനുഷ്യരുമുണ്ട് കൂട്ടത്തിൽ. ഇവരെ തിരിച്ചയക്കുന്നത് മനുഷ്യത്വപരമല്ലെന്ന സമീപനവും സാഞ്ചസ് സ്വീകരിക്കുന്നു. അതാകട്ടെ UN റെഫ്യൂജി ചാർട്ടറിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന നയവുമാണ്. അഭയാർത്ഥികളായി എത്തുന്നവരെ അവർ പുറപ്പെട്ടു വന്ന ഇടങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടാതെ തിരിച്ചയക്കരുതെന്നാണ് UN ചാർട്ടർ വ്യക്തമാക്കുന്നത്. കടൽ മാർഗം എത്തുന്ന അഭയാർത്ഥികളെ നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ഉടനടി തിരിച്ചയക്കുന്നത് തടഞ്ഞ് ഈ മാസം ആദ്യം സ്പാനിഷ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് അഭയാർത്ഥികളുടെ കുത്തൊഴുക്കിന് കാരണമെന്നാണ് സ്യൂട്ട അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യം കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള സംഘടനകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോടതി വിധിയെക്കുറിച്ച് കുടിയേറ്റക്കാർക്ക് ധാരണയില്ലെന്നാണ് അവർ പറയുന്നത്. ഷെങ്കൻ കരാറിൽ ഉൾപ്പെട്ട രാജ്യമാണ് സ്പെയിൻ. യൂറോപ്പിലെ 29 രാജ്യങ്ങൾക്കിടയിൽ പാസ്പോർട്ടോ അതിർത്തി പരിശോധനകളോ ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് ഷെങ്കൻ ഏരിയ. ഇതിലുൾപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചാൽ ആ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും പ്രത്യേക വിസയില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യാനാകും. ഇറ്റലിയിലെ ജോർജിയ മെലോനിയെ പോലുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ സ്പെയിനിനെ ഷെങ്കൻ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കുടിയേറ്റ വിഷയത്തിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുകയാണ് സ്പെയിൻ എന്നാണ് ഇവരുടെ ആരോപണം. കാറ്റുള്ളപ്പോൾ തൂറ്റുക തന്നെ. സ്പാനിഷ് ജനതയെ കൂടുതൽ പ്രകോപിപ്പിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പെഡ്രോ സാഞ്ചസിനെതിരായ ജനവിധി സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണിത്. യൂറോപ്പിലാകെയുള്ള കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആവിഷ്കാരവുമാണിത്. മറ്റൊരു ഗൗരവപൂർണമായ വാർത്ത കൂടി വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഗൂഢാലോചനയാണ് സ്യൂട്ടയിലേക്കുള്ള പൊടുന്നനെയുള്ള മനുഷ്യപ്രവാഹം എന്നാണ് ആ വാർത്ത. ഫലസ്തീനെ ചേർത്ത് പിടിക്കുന്ന സാഞ്ചസിന് മൊറോക്കോ വഴി നൽകിയ പ്രഹരം. ഇത് സംബന്ധിച്ച് UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനനും സ്പാനിഷ് ഗതാഗത മന്ത്രി ഓസ്കാർ പൂവൻ്റെയും എക്സിൽ കൊമ്പുകോർത്തു. തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ ഇപ്പോഴും കോളനികൾ തുടരുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയൂ എന്നാണ് ഡാനൻ എക്സിൽ എഴുതിയത്. സ്യൂട്ട, മെല്ലില എന്നിവയെ പരാമർശിച്ചാണ് ഡാനൻ്റെ വിമർശനം. ശരി, ഇപ്പോഴെല്ലാം മനസ്സിലായി എന്നാണ് ഇതിന് ഓസ്കാർ പൂവൻ്റെ മറുപടി നൽകിയത്. ഇസ്രായേലിൻ്റെ പങ്ക് എടുത്തു പറഞ്ഞ് വിമർശിച്ചില്ലെങ്കിലും മേഖലയിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് ഓസ്കാർ പൂവൻ്റെയുടെ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാം. ഗസയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് ഇസ്രായേൽ സ്പാനിഷ് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സ്പാനിഷ് രാഷ്ട്രീയ നിരീക്ഷകൻ കാർലോനിയ അലോൻസോയും വിശദീകരിക്കുന്നുണ്ട്. സ്യൂട്ടയിലും മറ്റൊരു സ്പാനിഷ് അധീന പ്രദേശമായ മിലില്ലയിലും തങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കാനുള്ള മൊറോക്കോയുടെ സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമാകാം കുടിയേറ്റ വിസ്ഫോടനമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. മനുഷ്യക്കടത്തുകാർ സൃഷ്ടിച്ച കെണിയുമാകാം. സ്പെയിനിലേക്ക് കടന്നാൽ ഇപ്പോൾ വലിയ അവസരങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് പറയുന്ന റീലുകളും സോഷ്യൽ മീഡിയ പ്രചാരണവുമാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത്. സത്യത്തിൽ സ്പെയിൻ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നത് മനുഷ്യത്വപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് മാത്രമല്ല. സ്പെയിൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ജനസംഖ്യാപരമായ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് മനുഷ്യർ കടന്നു വരട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നത്. കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ജനനനിരക്ക്, വൃദ്ധരുടെ അപകടകരമായ അനുപാതം, ചുരുങ്ങി വരുന്ന ആഭ്യന്തര തൊഴിൽ ശക്തി എന്നിവ ചേർന്ന് ഗുരുതര ജനസംഖ്യാ പ്രതിസന്ധി അനുഭവിക്കുകയാണ് സ്പെയിൻ. ഫെർട്ടിലിറ്റി റേറ്റ് സ്ത്രീകൾക്ക് ശരാശരി 1.12 കുട്ടികൾ മാത്രമാണ്. ശരിയായ ജനസംഖ്യ നിലനിൽക്കാൻ അനിവാര്യമായത് 2.1 ആണെന്ന് ഓർക്കണം. സ്ത്രീകൾ ശരാശരി 31-32 വയസ്സിലാണ് ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നത്. ആദ്യമായി അമ്മമാരാകുന്നവരിൽ 10%-ലധികം പേർക്കും 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ജനനത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ജനരാഹിത്യം സ്പെയിനെ പോലെയുള്ള രാജ്യങ്ങളെ തുറിച്ചു നോക്കുകയാണ്. സ്വാഭാവികമായും അതിർത്തി ഭേദിച്ചുള്ള സഞ്ചാരങ്ങൾ ഈ രാജ്യങ്ങളെ ആളനക്കമുള്ളതാക്കുന്നു. കുടിയേറ്റക്കാർ രാജ്യത്തിൻ്റെ സമ്പത്ത് ഊറ്റിക്കുടിക്കുന്ന പരാതങ്ങളല്ല. അവർ വായും വയറും മാത്രമായല്ല വരുന്നത്, കൈകളും തലച്ചോറും കൂടി കൊണ്ടുവരുന്നുണ്ട്. അവർ പണിയെടുക്കുകയും ചിന്തിക്കുകയും പണമുണ്ടാക്കുകയും വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും. അവരിലൊരാൾ മനോഹരമായി കാൽപന്ത് കളിച്ചെന്ന് വരും. അവൻ ദേശീയ ടീമിനെ ലോകകപ്പിന് അർഹനാക്കും.
അവന് ഈ നേട്ടത്തിലെത്താൻ 19 ജന്മദിനങ്ങൾ മാത്രം മതിയാകും. അവൻ്റെ ഇന്നത്തെ പേര് ലാമിൻ യമാൽ എന്നാണ്. നാളെ മറ്റൊരാളായിരിക്കും. ഫ്രാൻസിൽ ആ പേര് കിലിയൻ എംബാപ്പെ എന്നാണ്. സർവ്വരാജ്യങ്ങളും കുടിയേറ്റത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിർത്തികൾ അടച്ച് കുറ്റിയിടണമെന്ന് ആക്രോശിക്കുന്നവർ ഈ മനുഷ്യപ്രവാഹത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ യോഗമില്ലാത്ത നിർഗുണന്മാരാണ്. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.